ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുവൈത്തിലെ ഷെഫ് പിള്ളറുടെ റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ ഷെഫ് പിള്ളറുടെ റെസ്റ്റോറൻറ്റിൽ പല തവണ വന്ന് ഫുഡൊക്കെ കഴിച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ ഷെഫിനെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഷെഫ് ഉണ്ട്. ഷെഫ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പോയിട്ട് മീറ്റ് ചെയ്യാം. ഹലോ ഷെഫ്. ഞാൻ നിങ്ങളുടെ വീഡിയോയിലൂടെയാണ് കണ്ടത്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. നമ്മുടെ ഷെഫാണ്, അറിയാമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. വീണ്ടും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. ഇടയിൽ വന്നിട്ടുണ്ടോ? അതിലേക്ക് കാണാൻ പറ്റും. 1-2 തവണ വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പം കഴിഞ്ഞ ഈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട്, ഓപ്പൺ മീൻസ് സോഫ്റ്റ് ലോഞ്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുറേ R&D ആണ്. ഒരു പുതിയൊരു രാജ്യത്തല്ലേ, പുതിയൊരു സിറ്റിയിൽ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് ചെയ്യുമ്പം പെട്ടെന്ന് പോയി തുറക്കാണ്ടിരിക്കുക. കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ഗസ്റ്റിൻ്റെ ബിഹേവിയർ, അവരുടെ സ്പൈസ് ലെവൽ, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ ഇവരൊരു കഴിഞ്ഞൊരു മാസം കൊണ്ട് കുറേയധികം ഗസ്റ്റുകൾ ഡിഫറെൻറ്റ് റീജിയൻ, മലയാളികളായാലും അതുപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗസ്റ്റ്, അതുപോലെ ലോക്കലായിട്ടുള്ള ഇവിടുത്തെ ഗസ്റ്റുകളൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെർവ് ചെയ്ത് നമ്മുടെ മെനുവിൻ്റെ ഒരു ഫീഡ്ബാക്കൊക്കെ ഇവർക്കായി ഇവർ കണ്ടിന്യൂസ് ചേഞ്ച് ചെയ്ത് സ്പൈസ് ലെവൽ, എസ്പെഷ്യലി ഇവിടുത്തെ എരിവും ഇതിൻ്റെയൊക്കെ ഒരു അംശം സാധാരണ നമ്മുടെ നാടൻ കേരള ഫുഡ് ആയാൽ പോലും വേറെ രീതിയിലാണല്ലോ കഴിക്കുക. അപ്പോൾ ആ രീതിയിൽ മെനുവൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ആക്കിയിട്ട് നമ്മളിപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ എത്തി. അതിൻ്റെ കൂടെ ഇനി നമ്മുടെ ഒരു കോർ ടീം കുറച്ച് പേരുടെ വരാനുണ്ട്. ഗ്രേറ്റ്. അപ്പോൾ അതെല്ലാം ആയിട്ട് ഹോപ്പ്ഫുള്ളി ഈ ഒരു റമദാൻ മന്ത് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ഫീസ്റ്റോട് കൂടി കണ്ടിന്യൂ ആയിട്ട് ഈദും പെരുന്നാളിനോട് അടുപ്പിച്ച് ഒരു ഗ്രാൻഡ് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫൈനൽ ഇതായിട്ട് നിൽക്കുകയാണ്. വെരി ഹാപ്പി. അപ്പോൾ കുവൈറ്റിൽ ഇതെന്താണെന്ന് വെച്ചാൽ, കുവൈറ്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഫുഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കൺട്രിയാണ്. കാരണം ഇവിടുത്തെ ക്വാളിറ്റി എന്ന് മാത്രമല്ല, ഫുഡാണ് ഇവിടുത്തെ മെയിൻ എൻ്റർടൈൻമെൻറ്റ്. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ബാക്കിയുള്ള രാജ്യങ്ങളിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഭവം ഉണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡാണ്. അത് ഇന്ത്യൻ ക്വിസിൻ ആയിക്കോട്ടെ, അറബിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോകത്തിലെ ഏത് ക്വിസിനായാലും അവിടെ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കുവൈറ്റിലെ നമ്മൾ കാണാൻ പറ്റും. ഇപ്പോൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ ലോകത്ത് വേൾഡ് വൈഡ് ഉണ്ടെങ്കിലും അവിടെ ഒരുപാട് ഓപ്ഷൻസാണ് വേറെ. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ ഫസ്റ്റ് ഷോപ്പിംഗ് ദെൻ ഫുഡാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാർ ആ ഫുഡ് വെച്ചിട്ടാണ് ആ ഒരു ബെഞ്ച് മാർക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുവൈറ്റ് ഈസ് ലൈക്ക് സംതിങ് എപ്പോഴും നമുക്കും ഭയങ്കര എക്സൈറ്റാണ്. അങ്ങനെ ഒരു സിറ്റിയിൽ ഫുഡ് ശരിക്കും ഫുഡ് മാത്രം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ നിലവിൽ ഇപ്പോൾ കുവൈത്തിൽ റമദാൻ്റെ ഭാഗമായിട്ട് റമദാൻ്റെ ഫീസ്റ്റൊക്കെ വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ റിസർവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞാൻ കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കാം. ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. അപ്പോൾ എന്തായാലും ആ റമദാൻ്റെ ഫുഡ് കഴിക്കാൻ ഞാൻ ഇപ്പോഴും ഇൻവൈറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വന്ന് കഴിക്കുക. അപ്പോൾ അത് ഞങ്ങളുടെ ട്രയൽസ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ട്രയൽ മിസ്ബായ്ക്ക് കൊടുത്ത് തന്നെ തുടങ്ങും. അപ്പോൾ റംദാൻ നോമ്പ് തുറയുടെ ആദ്യത്തെ കുവൈറ്റിലെ ഭക്ഷണം നിങ്ങളെ തീറ്റിച്ച് ഞങ്ങൾ തുടങ്ങും. താങ്ക് യു.